ഹായ് പിള്ളേരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അമ്മു. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യൽ വീഡിയോ കാണാമേ. അപ്പോൾ സൺഡേ ആയിട്ട് രാവിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, രാവിലെ എണ്ണീറ്റ് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും സൺഡേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സ്പെഷ്യൽ സേമിയ ഉപ്പുമാവായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഫേവറേറ്റ് ഫുഡാണ് സേമിയ ഉപ്പുമാവ്. അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ, ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുലാവ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുലാവൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. ഇൻ ബിറ്റ്വീൻ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് തന്നെ ഒരു മുട്ട ബുൾസൈ, ഡബിൾ മുട്ട ബുൾസയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഹെൽത്തി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കഴിച്ചു. എന്നിട്ട് പുലാവൊക്കെ നന്നായിട്ട് ഗാർണിഷ് ചെയ്തു. അങ്ങനെ പുലാവ് നമ്മൾ റെഡിയാക്കി സൈഡിലാക്കി. അതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു ക്രേവിങ് തോന്നി. ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ കാലാ ജാമുൻ കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് കോവ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ട് തരാം കേട്ടോ. എങ്ങനെയാണ് കാലാ ജാമുൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്കതിന് ആർട്ടിഫിഷ്യലായിട്ട് പൊടി വാങ്ങണം എന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ മാക്സിമം വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള പാനിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ സ്മോൾ ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി കാലാ ജാമുൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിൽ പണ്ടൊന്നും ക്ഷമയേ ഇല്ലായിരുന്നു. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്താ പറയുക, അതൊരു വിഷമമാണ്. എപ്പോഴായിരിക്കും ഇതാറി നമുക്കൊന്ന് കഴിക്കാൻ പറ്റുക എന്നുള്ളൊരു സ്റ്റേജ്. പക്ഷെ നല്ല കൺസിസ്റ്റൻസി. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ, എന്നാലേ ഉൾവശമൊക്കെ വേവുള്ളൂ. അങ്ങനെ എന്തായാലും അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വൈകിട്ടൊന്ന് അമ്മ വീട്ടിൽ പോയായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പം എനിക്കൊരു കേക്ക് പീസ് കഴിക്കാൻ തന്നു. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അപ്പം ഹസ്ബൻഡ് അനിയത്തിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് പറയാം. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ മടങ്ങി. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. Like, comment, and subscribe.